ഈ വീഡിയോയുടെ തമ്പ് ടൈറ്റിലിൽ കൊടുത്തിരിക്കുന്ന ഒരു വേർഡ്സ് ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഹൂറിമാർ രാജിവെച്ചു, നസറുള്ളയാണ് കാരണം. ഇതൊരു അറബ് പത്രത്തിൽ വന്ന വാർത്തയാണ്, സറ്റയറായിട്ട്. പിന്നീട് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വിവിധ ഭാഷകളിൽ, ഇപ്പൊ ഇംഗ്ലീഷിൽ ഇതിന്റെ ഈ മുഴുവൻ ആർട്ടിക്കിള് ഇങ്ങനെ കറങ്ങി നടക്കുന്നത് രസകരമായിട്ടാണ് അത് എഴുതിയിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇസ്രായേലി ചാരസംഘടനയായ മൊസാദ് ഈ ഒക്ടോബർ 8 ശേഷം അവർ നടത്തിയ പല ഓപ്പറേഷൻസ് ഉണ്ട്, അണ്ടർ കവർ ഓപ്പറേഷൻ. ഇതിലെങ്ങനെയാണ് സക്സസ്ഫുൾ, അതിന്റെ മോഡസ് ഓപ്പറണ്ടി എങ്ങനെയാണ് നോക്കാം. ആദ്യം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്, ഈ ഹിസ്ബുള്ളയുടെ ടീമിനകത്ത്, അതായത് നമ്മുടെ നസറുള്ളയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തന്മാരുടെ ഇടയ്ക്ക് ഇസ്രായേലി സ്പൈ ഓപ്പറേഷൻ ടീം അതിൻ്റെ അകത്ത് പെനട്രേറ്റ് ചെയ്തു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പൊ ചോദിക്കുക, എന്താണ് അതിന്റെ പ്രാധാന്യം? അതായത് നസറുള്ളയെ കൊണ്ട് തന്നെ പറയിപ്പിക്കേണ്ടി വന്നു ഹിസ്ബുള്ളക്കാരോട്, ഇനി മുതൽ നിങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത്. കാരണം പല ഹിസ്ബുള്ളയുടെ സീനിയർ നേതാക്കളെയും ഇസ്രായേലിൽ ട്രാക്ക് ചെയ്ത് കൊല്ലുന്നത് ഈ മൊബൈൽ ഫോൺ യൂസേജ് കൊണ്ടാണ്. അതുകൊണ്ട് പേജറിലോട്ട് നിങ്ങൾ പോകണം. ഇതാണ് നസറുള്ള കൊടുത്ത സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ അതിനകത്തുള്ള ടീം മെമ്പേഴ്സ് തന്നെയാണ് ചിലപ്പോൾ നസറുള്ളയോട് പറഞ്ഞു കൊടുത്തത് ചെയ്യാൻ വേണ്ടി. അതാണ് ഹിസ്ബുള്ളയ്ക്ക് മനസ്സിലാകാതെ പോയ മൊസാദിന്റെ സ്പൈ ഓപ്പറേഷൻ. പിന്നീട് എന്താണ് ഉണ്ടായത് ആലോചിച്ച് നോക്കുക. ഇതിന് കാരണമുണ്ട്. ഇപ്പൊ ഹിസ്ബുള്ളയുടെ സീനിയേഴ്സ് ആയിട്ടുള്ള കമാൻഡേഴ്സ് പലരും അവർ റോഡിൽ കൂടെ പോകുമ്പോഴും അതുപോലെ അവര് പല മീറ്റിങ്ങുകൾ നടത്തുമ്പോഴൊക്കെയാണ് അവിടെ സ്ട്രൈക്ക് ചെയ്ത് കൊല്ലപ്പെടുന്നത്. പിന്നെ ഇറാന്റെ സീനിയർ ആയിട്ടുള്ള കമാൻഡേഴ്സ്, അതായത് ഹിസ്ബുള്ളയുമായിട്ട് ജോയിന്റ് കോർഡിനേഷൻ നടത്തുന്ന ഉൾപ്പെടെയുള്ളവർ, വളരെ സീനിയർ ആയിട്ടുള്ളവർ, അവർ കൊല്ലപ്പെടുന്നു. അതിന്റെ സീനിയർ ചില കമാൻഡേഴ്സ്, അല്ല ഇറാനിയൻ ഫോഴ്സിന്റെ, റിപ്പബ്ലിക് ഗാർഡ്സിന്റെ സീനിയർ ആയിട്ടുള്ള കമാൻഡേഴ്സ് ഇറാന്റെ എംബസിയുടെ ക്യാമ്പസിൽ മറ്റൊരു ബിൽഡിങ്ങിൽ ഹിസ്ബുള്ളയുമായിട്ട് ചർച്ച നടത്തുമ്പോഴാണ് കൊല്ലപ്പെടുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ പേരില് ഇനി മുതൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കേണ്ട പേജർ ആയിരിക്കും നിങ്ങൾക്ക് തരാൻ പോകുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഈ ഹിസ്ബുള്ള ഇറാൻ ത്രൂ, കാരണം അവർക്ക് നേരിട്ട് വാങ്ങാൻ പറ്റത്തില്ല, ടെറർ ഓർഗനൈസേഷനാണ്, ഒരു തേർഡ് പാർട്ടി സോഴ്സിൽ കൂടെ ഈ പേജർ തായ്വാനീസ് കമ്പനിയുമായിട്ട് സഹകരിച്ച് അത് ഔട്ട്സോഴ്സ് ചെയ്ത്, മനസ്സിലാക്കുക, 2-3 പ്രാവശ്യമാണ് ഇത് ബൾഗേറിയയിൽ വേറൊരു കൂട്ടർ പറയുന്നു, ഹംഗറിയാന്ന് പറയുന്നു. പക്ഷെ അത് ഔട്ട്സോഴ്സ് ചെയ്ത് ഈ സാധനം ഉണ്ടാക്കിയത് ഇസ്രായേലിലാണ്. ആലോചിച്ച് നോക്കുക, എത്ര കൃത്യമായിരുന്നു ഇസ്രായേലി ഓപ്പറേഷൻ. ഇത് അവർക്ക് കൊടുക്കുന്നു. അതിൻ്റെ ചിലതൊക്കെ ഇറാനിയൻ ഇബ്രാഹിം റൈസി അത് വാങ്ങിയെന്ന് പറയുന്നു. അതിനെപ്പറ്റി അൺകൺഫേംഡ് റിപ്പോർട്ട്സ് ആണ് ഇവർക്ക് കൊടുക്കുന്നു. അതിനുശേഷം ഈ ഗാസയിലെ പ്രശ്നങ്ങൾ, കാരണം ഇസ്രായേൽ കംപ്ലീറ്റ് ഡോമിനേറ്റ് ചെയ്ത് അവരെ നശിപ്പിച്ച ശേഷം അവരെ ഡേറ്റ് ഫിക്സ് ചെയ്യുകയാണ്, ഈ ദിവസം ഇത് പൊട്ടണം. അപ്പൊ ഈ കമ്പനിക്ക് തന്നെയാണ് പിന്നീട് അവര് ഈ വോക്കി ടോക്കി ആണെങ്കിലും ഇന്റർകോം ആണെങ്കിലും ഫോണും എല്ലാം ഓർഡർ ചെയ്യുന്നത്. അപ്പൊ അതും ചെയ്തു കൊടുത്തത്, ഇവർക്ക് അനുകൂലമായിട്ട് ചെയ്തു കൊടുത്ത് ഇസ്രായേലി സ്പൈ ഓപ്പറേഷനാണ്. അതായത് ഈ ഹിസ്ബുള്ളയുടെ ചുറ്റുവട്ടത്ത്, അതായത് ഈ നസറുള്ളയുടെ ഏറ്റവും അടുത്ത ടീമിനകത്ത് ആളുകൾ ഇസ്രായേലി മൊസാദ് ഓപ്പറേഷൻ അതിൻ്റെ അകത്ത് പെനട്രേറ്റ് ചെയ്തു ഫിസിക്കലായിട്ട്. അതാണ് ഏറ്റവും പരമപ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്. കാരണം അത് പെനട്രേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഓരോ മൂവ്മെന്റുകളും, ഹിസ്ബുള്ളയുടെ ഓരോ മൂവ്മെന്റുകളും ഇസ്രായേലി ഫോഴ്സ് അറിയുന്ന അവിടെ കറക്റ്റ് പിൻ പോയിന്റ് സ്ട്രൈക്കാണ് നടത്തിയേക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ നസറുള്ള താമസിച്ചിരുന്ന ക്യാമ്പസ്, ആലോചിച്ച് നോക്കുക, അവിടെ ഇത്ര ടൺ ബോംബ് കൊണ്ടിട്ടു. എന്നിട്ട് അവർ കൺഫേം ചെയ്യുന്ന ഇത്ര മണിയാവുമ്പോൾ ഇയാൾ തട്ടിപ്പോയി. അങ്ങനെ പല ആൾക്കാരും തട്ടിപ്പോയി. ഇസ്രായേൽ പറഞ്ഞ ശേഷമാണ് ഹിസ്ബുള്ള പോലും പറയുന്നത് അവരൊക്കെ തട്ടിപ്പോയി. അത്രമാത്രം ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള സ്പൈ ഓപ്പറേഷനാണ്, അണ്ടർകവർ ഓപ്പറേഷനാണ് ഇസ്രായേലി സ്പൈ ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നത്. കാരണം
അവരുടെ പഴയ പ്രതാപത്തിലോട്ട് അവർ തിരികെ വന്നു. ഇത് തന്നെയാണ് അവർ ഇറാനിലും ചെയ്തത്. ഇസ്മായിൽ ഹനിയയുമായിട്ട് ബന്ധപ്പെട്ട ഹമാസിന്റെ ലീഡർ എങ്ങനെ തട്ടിപ്പോയി ഇന്നും ഇറാന് പിടികിട്ടിയിട്ടില്ല. കാരണം ഇവർ ടെക്നോളജിയും എല്ലാം ഉപയോഗിച്ചു. കാരണം ഫിസിക്കൽ പ്രസൻസിലുള്ള സ്പൈ ഓപ്പറേഷൻ അത് വളരെയധികം ഹമാസുമായിട്ട് കുറഞ്ഞതിന്റെ പേരിലാണ് ബേസിക്കലി ഒക്ടോബർ 7 ഉണ്ടാകുന്നത് എന്ന് മൊസാദിന്റെയും ഇസ്രായേലി ഇന്റലിജൻസിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതിന്റെ മുഴുവനായിട്ടുള്ള പോരായ്മകൾ, ലാക്നെസ് അവർ ഹിസ്ബുള്ളയുമായിട്ട് ഇറാനുമായിട്ട് പൂർണ്ണമായിട്ടും തീർത്തു. ഫിസിക്കലായിട്ട് ഓരോ ഇൻഫർമേഷനും അതിൻ്റെ അകത്ത് കയറുക, ഓപ്പറേഷൻ നടത്തുക, തട്ടുക, ഇതാണ് അവർ ചെയ്തത്. ഇതായിരുന്നു ഈ ഹിസ്ബുള്ള ഓപ്പറേഷനിലും ഇറാനിയൻ ഓപ്പറേഷനിലും ഏറ്റവും പരമപ്രധാനം. കാരണം അവർക്ക് ഒക്ടോബർ 7 കിട്ടിയ അടി അവരൊരു പാഠം പഠിപ്പിച്ചു. അതായത് എയർ സർവൈലൻസും ഇങ്ങനെയുള്ള ഇലക്ട്രോണിക്സ് ഡിവൈസിലും ചെയ്യുന്നതിനേക്കാളും ഉപരി ഫിസിക്കലായിട്ട് ഓരോ ഇൻഫർമേഷനും കറക്റ്റായിട്ട് കിട്ടുവാണെങ്കിൽ പ്രോപ്പറായിട്ട് അറ്റാക്ക് ചെയ്യാം, പിൻ പോയിന്റ് ചെയ്യാം, അവിടെ ഇട്ട് തട്ടാം. പിന്നെ അതിൻ്റെ മറ്റൊരു പോയിന്റ് ഉണ്ട്. ഇപ്പം നസറുള്ളയുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഇറാന്റെ 2ഓളം ഒഫീഷ്യൽസ് ഉണ്ടായിരുന്നു. മീറ്റിങ്ങിന്റെ ടൈമിംഗ് ആണ് ഏറ്റവും പരമപ്രധാനം. അതേപോലെ തന്നെ നസറുള്ളയുടെ ഇളയ മകളും ആ ബിൽഡിങ്ങിനകത്ത് നസറുള്ളയുടെ കൂടെ ഉണ്ടായിരുന്നു സഹായത്തിനായിട്ട്. ഇതാണ് അവസാനം വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പൊ മീറ്റിംഗ് ഇത്ര മണിക്ക് തുടങ്ങുന്നു, ആലോചിച്ച് നോക്കുക. അത് കഴിഞ്ഞ് ഇത്രയോളം ആളുകൾ അവിടെ ഉണ്ടായിരിക്കും. ഇന്ന ബിൽഡിങ്ങിന്റെ ഇന്ന താഴെ ഇന്ന പ്രദേശത്തായിരിക്കും, ഭാഗത്തായിരിക്കും മീറ്റിംഗ് ഉണ്ടാകുന്നത്. അതിനോടനുബന്ധിച്ച് മറ്റുള്ള മീറ്റിങ്ങുകളും പാരലലായിട്ട് നടക്കും. അതായത് ഓരോന്നും പിൻ പോയിന്റ് ചെയ്യുകയാണ് സ്പൈ ഓപ്പറേഷനിൽ. അതായത് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഹിസ്ബുള്ളയ്ക്കകത്ത് പൂർണ്ണമായിട്ടും മൊസാദ് ടീമുകൾ അതിൻ്റെ അകത്ത് കയറി അവർ ആൾക്കാരെ സൃഷ്ടിച്ചു. ഈ പറയുന്ന പോലെ നിങ്ങൾ ചിലപ്പോൾ ആലോചിക്കും ഇത് എങ്ങനെ നടക്കുന്നു എന്നൊക്കെ ചോദിക്കാം. അതിൻ്റെ അകത്ത് ഞാൻ മനസ്സിലാക്കിയത് ഇതൊരു വലിയ ഓർഗനൈസേഷൻ, ഏകദേശം 65,000 പേരുള്ള ഓർഗനൈസേഷനാണ്. ഇതിന്റെ പല നേതാക്കന്മാരും തട്ടു. അതേപോലെ തന്നെ അതിനകത്ത് തന്നെ പടലപ്പിണക്കമുള്ള പല ആൾക്കാർ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രശ്നം ആൾക്കാരൊക്കെ ഉണ്ട്. ഇവരെയൊക്കെ മൊസാദ് കയ്യിലെടുത്തു. അതുകൊണ്ടാണ് ഈ ഹിസ്ബുള്ളയുടെ തട്ടിപ്പോയ നസറുള്ള തന്നെ ഒരു ലബനീസ് പത്രത്തിന് കൊടുത്ത ഇന്റർവ്യൂവിൽ പറയുന്നത് അയാൾക്ക് പലതും കാൽക്കുലേറ്റ് ചെയ്യുന്നതിലും പലതിലും തെറ്റിപ്പോയി. കാരണം അയാളുടെ മൂവ്മെന്റുകളും ഈ ഹിസ്ബുള്ളയുടെ പല കമാൻഡേഴ്സ് അവരുടെ മൂവ്മെന്റുകളും ഇസ്രായേൽ പിൻ പോയിന്റ് ചെയ്ത് അറിയുന്നു. അതായത് നമ്മൾ ഇനി ഓവറോൾ എടുത്ത് നോക്കുവാണെങ്കിൽ, ഓരോ കാരണങ്ങൾ എടുത്ത് നോക്കുവാണെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ പേജർ എന്ന് പറഞ്ഞ സാധനം ഈ സ്പൈ ഓപ്പറേഷൻ നസറുള്ളയെ കൊണ്ട് അടിച്ചേൽപ്പിച്ച് അയാളെ കൊണ്ട് തന്നെ ഇംപ്ലിമെന്റ് ചെയ്ത സംഭവമാണ്. കാരണം ഇത് മൊബൈൽ ആയിരുന്നുവെങ്കിൽ ഇത്രയും പേർ ഒറ്റയടിക്ക് മരിക്കില്ലായിരുന്നു. കാരണം പലരും മൊബൈൽ യൂസ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ പേജർ എന്ന് പറയുന്നു, ഈ 3000-ഓളം പേജർ, അത് ഇത്രയും പേര് ഇതിനകത്ത് മുഴുവനും ബോംബുകൾ വെച്ചിട്ട് ഇന്ന ദിവസം ഇത് പൊട്ടണം, ഇന്ന ദിവസം പൊട്ടിക്കഴിഞ്ഞ ശേഷം അവിടെ എയർ സ്ട്രൈക്ക് നടത്തണം, അതേപോലെ അവരുടെ കമാൻഡേഴ്സിനെ തട്ടണം. ഇതൊക്കെ വെൽ പ്ലാൻഡ് ആയിട്ടാണ് മൊസാദ് ചെയ്തത്. ഇപ്പൊ കേരളത്തിലെ ഞാൻ വീണ്ടും പറയുന്നതിന്റെ കാരണം കേരളത്തിലെ ചില മീഡിയ, യൂട്യൂബ് ഒക്കെ പറയുമ്പോൾ തമാശ തോന്നുന്നത് അവർക്കിതെല്ലാം അറിയാമായിരുന്നു. മണ്ടത്തരവും പൊട്ടത്തരവുമാണ് ഈ പറയുന്നത്. അതായത് അവരൊരു ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പ് വ്യക്തമായ ഹോംവർക്കോട് കൂടിയാണ് ഓരോന്നും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കാരണം ജൂലൈയിൽ അവർ പറയുന്നു, അതിനുശേഷം ഈ സാധനം ഒരു പുറത്ത് വാങ്ങാൻ കൊടുക്കുന്നു, ഇത്ര സെറ്റ് വാങ്ങുന്നു, ഇതെല്ലാം അവിടെ കൊടുത്ത ശേഷം ഇത്ര നാള് വെയിറ്റ് ചെയ്യുകയാണ്. ആലോചിച്ച് നോക്കുക. എന്നിട്ടൊരു ഡേ എടുക്കുക. അതിനുശേഷം മുഴുവനും ഓരോന്നായിട്ട് അതിന് പേജർ ബോംബ് പൊട്ടിക്കുക, വോക്കി ടോക്കി പൊട്ടിക്കുക, അതിനുശേഷം എയർ സ്ട്രൈക്ക് ചെയ്യുക. അതിന് ഇത്ര ദിവസം ശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട് നസറുള്ളയുടെ മീറ്റിംഗ് ഉണ്ടാവുന്നു, കമാൻഡേഴ്സിന്റെ മീറ്റിംഗ് ഉണ്ട്, ആ മീറ്റിംഗ് ഉണ്ടാകുന്നു. ഇതെല്ലാം ഓരോന്നായിട്ട് കിട്ടുന്നു. ഓരോരുത്തരെയും വെച്ചിട്ട് പിൻ പോയിന്റ് ചെയ്തിട്ട് പ്രിസിഷൻ ബോംബിൽ കൂടെ തട്ടിക്കുറ കളയുന്നു.
ഇതാണ് മോഡസ് ഓപ്പറണ്ടി എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കാൻ കോഴിക്കോട്ടെ ഒരു സ്റ്റുഡിയോയിൽ ഇരുന്നാലൊന്നും പറ്റത്തൊന്നുമില്ല. ഈ വാറിനെ പറ്റിയും സ്ട്രാറ്റജിയെ പറ്റിയും സ്പൈ ഓപ്പറേഷനെ പറ്റി ശരിക്കും വായിക്കണം ഡെപ്ത് ആയിട്ട്. അല്ലാതെ ഹിസ്ബുള്ള തിരിച്ചടിച്ചു, ഹമാസ് തിരിച്ചടിച്ചു എന്നൊക്കെ പറയുന്ന പൊട്ടത്തരം കാണിച്ച് ഒരുവിധപ്പെട്ട ആളുകളെയൊക്കെ സുഖിപ്പിക്കാമെന്നല്ലാതെ ഇതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. ഒരു പ്രൊഫഷണൽ ടീമാണ്, അവർക്ക് അറിയാം ഇതെങ്ങനെ ചെയ്യണമെന്ന്. അതായത് ഒരു 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 മൂലയ്ക്ക് ഇരുന്നുകൊണ്ട് ഇതൊക്കെ ഏതെങ്കിലും ഒരു സുഡാപ്പി പത്രത്തിൽ വന്ന സാധനം എടുത്ത് അലക്കിയിട്ട്, അല്ലെങ്കിൽ അൽ ജസീറയിൽ വന്ന സാധനം അൽ ജസീറയ്ക്ക് പോലും പിടികിട്ടിട്ടില്ല എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. അപ്പൊ ഇന്നലെ അവരുടെ TV ഡിബേറ്റിനകത്ത് ഞാൻ കേട്ടു രാത്രിയിൽ, അവരുടെ ആൾക്കാർ ഞെട്ടൽ, എന്ത് സംഭവിച്ചു, എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടായത്, അവർക്ക് ചിന്തിക്കുന്നതിന് അപ്പുറത്തോട്ടാണ് കാര്യങ്ങളെല്ലാം പോകുന്നത്. അത് മനസ്സിലാക്കേണ്ടത് ഒരു പ്രൊഫഷണൽ ഒരു രാജ്യത്തിന്റെ ടീമാകുമ്പോൾ അതിൻ്റെ അകത്ത് ഇൻപുട്ട് എന്ന് പറയുന്നത് ഇവർ പല പ്രാവശ്യം ഹോംവർക്ക് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് ട്രയൽ എടുത്തിട്ട് ഇതൊക്കെ ചെയ്യുന്നത്. അല്ല പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇത് ചെയ്ത് കളയാന്നും പറഞ്ഞ് വരുന്നതൊന്നുമല്ല. കാരണം ഞാനിതിൽ പാർട്ടൊന്നുമല്ല. ഞാൻ ഈ അണ്ടർ കവർ ഓപ്പറേഷൻ, സ്പൈ ഓപ്പറേഷൻ നിങ്ങൾ കേട്ട് കാണും. അപ്പൊ അതിനകത്ത് ഒരു ചെറിയ കാര്യങ്ങൾ, അപ്പൊ അതിനൊക്കെ വ്യക്തമായ പ്ലാനിങ്ങോടൊക്കെ ഓരോന്നും ചെയ്യുന്നത്. കാരണം വേഷം മാറുവാണെങ്കിലും പേര് മാറുവാണെങ്കിലും മറ്റൊരു നാമധാരിയായിട്ട് അണ്ടർ കവർ പോവുകയാണെങ്കിൽ അതിന് ഓരോ ഓപ്പറേഷൻ, ഒരു ടാക്ടിക്കൽ സംഭവമുണ്ട്. അതേപോലെ ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു രാജ്യം ഇതേപോലെ ഒരു ഓപ്പറേഷൻ ഏറ്റെടുക്കുമ്പോൾ അവരതിൻ്റെ 100 പ്രാവശ്യം ഹോംവർക്ക് ചെയ്യും. ഇതിൻ്റെ ഓരോ പ്രോസ് ആൻഡ് കോൺസ് മുഴുവൻ അവർ അളന്നു നോക്കും. എവിടെയാണ് തെറ്റുണ്ടായി കഴിഞ്ഞാൽ അതിന് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകും. ഇതൊക്കെ പൂർണ്ണമായിട്ടും 2 വശവും സ്റ്റഡി ചെയ്ത ശേഷമാണ് ഇതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുകയും എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്ര കൃത്യമായിട്ടും ഇവന്റെയൊക്കെ തലമണ്ടേ കൊണ്ടിട്ടത്. അത് ആദ്യം മനസ്സിലാക്കാം. കാരണം ഇതായിരുന്നു ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ.